എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ പേര് നമ്മുടെ സനമോളുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കിത്താന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെത് എന്ത് കാണിക്കാനാണ്? എന്തായാലും ഇന്ന് ഇപ്പം ഇൻഷാല്ല ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ രാവിലെ എൻ്റെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വന്നതാണ്. ഞാൻ ആഴ്ചയിൽ തന്നെ ഷീറ്റ് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ കളറിൽ കിടക്കുന്ന എന്താ അറിയാവോ, അത് നമ്മളുടെ സനബേബിയെ ഇവിടെ പകലൊക്കെ സനബേബി ഇവിടെ ആയിരിക്കും കളിക്കുകയും ഇരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവളെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴേക്ക് നനവൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു ഷീറ്റാണേ. പിന്നെ നമ്മൾ ഈ ഇതുപോലെ ബെഡിൽ മെത്തയൊക്കെ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ വേദനിക്കാത്ത ബെഡ് വേണം സെലക്ട് ചെയ്തൊക്കെ നമ്മൾ ഇടാൻ കേട്ടോ. എനിക്ക് മുൻപ് ഭയങ്കര നടുവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് അങ്ങനെ മാറ്റിയിട്ട ബെഡാണിത്. പക്ഷേ അൽഹംദുലില്ലാ ഇതിട്ട ശേഷം അങ്ങനെ ഒരു നടുവേദനയൊന്നുമില്ല. നമ്മൾ ഭയങ്കര സ്പോഞ്ചായിട്ടുള്ള ബെഡൊക്കെ കിടക്കാൻ സുഖം എന്ന് കരുതി വാങ്ങിയിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നും കേട്ടോ. കാരണം അത്ര വെയിറ്റാണിത്. രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും. എന്തായാലും ഞാനിപ്പം പുതിയ ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് കുറച്ചിങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് മാറ്റും. കാരണം അപ്പോഴേക്കും റൂമിൽ നല്ല ഒരു മണമായിരിക്കും കേട്ടോ. പിന്നെ കുറേ ദിവസം കൊണ്ട് വിചാരിക്കേണ്ട ഈ കുഷൻ കവറൊക്കെ ഒന്ന് മാറ്റണം. എന്താ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ സലുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്നിപ്പം അത് പൊട്ടിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ കുഷൻ കവറിൽ ഇടാമെന്ന്. അപ്പോഴേക്ക് ഫാബിമോള് സനമോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാബിമോള് പിന്നെ പാലൊക്കെ കൊടുത്ത് കുറച്ച് നേരം സനമോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് ഉറക്കം വന്നിട്ട് അങ്ങനെ പിന്നെ പോയി കിടന്നേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ രാവിലെ സുബൈക്ക് എഴുന്നേക്കണം ആ ഒരു ടൈമിൽ തന്നെ സനമോളും എഴുന്നേറ്റ് വരാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാൽ കൊടുത്ത് കഴിയുമ്പോഴേ അവൾ കിടന്ന് ഉറങ്ങും. അപ്പം ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇതൊന്ന് ചേഞ്ച് ചെയ്യണം. ഇതുപോലെ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കുഷൻ കവറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ കുറേ പേരിങ്ങനെ പറഞ്ഞായിരുന്നു ഇത്ര അധികം കുഷനൊക്കെ ഈ ഒരു സോഫയ്ക്ക് വേണമെന്നൊക്കെ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഈ പറഞ്ഞ മാതിരി താല്പര്യങ്ങളല്ലേ. ഇപ്പം ഇതിപ്പോൾ ഇവിടെ കംഫർട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അധികം കുഷൻസ് ഒക്കെ ഇടുന്നത്. പിന്നെ ഇത് പണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് വേണ്ടി വാങ്ങി വെച്ചതൊന്നുമല്ല. പണ്ട് ഞാൻ സൗദിയിലായിരുന്നപ്പോഴേക്ക് വാങ്ങി വെച്ചതാണ്. നമ്മളിപ്പോൾ വീട് വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ആഗ്രഹപ്രകാരം ഞാനിങ്ങനെ എല്ലാം നിരത്തിയൊക്കെ വെക്കണത്. ഇനിയൊരു സുപ്രഭാതത്തിൽ എനിക്കിത് വേണ്ടാന്ന് തോന്നുമ്പോഴേക്ക് ഞാനിതൊക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പം ഞാൻ വിചാരിക്കേണ്ട ഈ സോഫയുടെയൊക്കെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. പക്ഷേ നിസാറിക്കോടെ വിചാരിച്ചാലല്ലേ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ചേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു കളർ സെലക്ട് ചെയ്യണം. പിന്നെ കർട്ടൻ ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഇൻഷാല്ലാ അടുത്തിനി ഇപ്പോൾ സുൽത്താൻ്റെയൊക്കെ കല്യാണമൊക്കെ ആവട്ടെ, ആ സമയമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റാമെന്നൊക്കെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ പണികളാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ ഇതുപോലെയുള്ള ടൈമിലായിരിക്കും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് വെക്കണത് കേട്ടാ. ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടാ. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്ക് ഈ നമ്മളുടെ റണ്ണർ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ മാറ്റുന്ന സമയം ഇതെല്ലാം അങ്ങ് മാറ്റും കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, നമ്മൾ ഈ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഹൈറ്റിലാണ് കിടക്കണത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാക്വം പിടിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു വാക്വം ഇവിടെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനതൊന്ന് പൊടിയൊക്കെ തട്ടിക്കളയണത്. പക്ഷേ അത് നമുക്ക് ഊരിയിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഹൈറ്റിലായതുകൊണ്ട് ഷോപ്പിൽ നിന്ന് ആൾ വന്നാൽ തന്നെ നമുക്കത് ഊരിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതിപ്പോൾ അതൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പുതിയതല്ല വാഷ് ചെയ്ത് വെച്ച റണ്ണർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ ആണെങ്കിൽ ഈ 8 സീറ്ററിൻ്റെ റണ്ണർ കിട്ടുന്നതേ ഇല്ല കേട്ടോ. ഇത് ഞാൻ എപ്പോഴോ ഫാബിൻ്റെ എന്നും കണ്ട് വാങ്ങിയതാണ്. ആ വീട് വെച്ച നമ്മൾ മാറിയ ആ സമയത്ത് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ റണ്ണർ അത്രയും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ കഥ പറഞ്ഞാലും കേട്ടോ. എൻ്റെ മനസ്സിന് തൃപ്തിയായിട്ട് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണും. പക്ഷെ അതിൽ ഉള്ള ഡൈനിങ് ടേബിൾ അല്ല ഇത്. നമുക്കങ്ങനെ കിട്ടാത്തത് കൊണ്ട്
അന്ന് എനിക്ക് തോന്നുന്നു പെപ്പർ ഫ്രൈ എന്നാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങി ഇട്ടതാണ്. 8 സീറ്റർ ആണെങ്കിലും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വലിപ്പം ഇതിൽ ഈ ഒരു ടേബിളിനില്ല. ഇതൊക്കെയാണ് ഇൻഷാ അള്ളാ ഇനി എപ്പോഴെങ്കിലും മാറ്റേണ്ട കാര്യങ്ങൾ. അങ്ങനെ അതുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കൈയോടെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അങ്ങ് വാഷ് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞതാണ്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതെ അല്ലെങ്കിൽ ഷീറ്റൊക്കെ മാറ്റിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആണോ വാഷ് ചെയ്യുന്നത്? നമ്മൾ അപ്പോഴപ്പോഴുള്ള ജോലികൾ അപ്പോഴപ്പോഴൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വലിയൊരു തലവേദനയൊന്നുമില്ല. എല്ലാം കഴുകി കഴിഞ്ഞാൽ ഉണക്കി മടക്കി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മടി കൂടാതെ ചെയ്തു കഴിഞ്ഞാലാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ഒരുപാട് പേരുള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെയും കൂടി നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള ജോലികളിൽ ഉൾപ്പെടുത്തുക. പിന്നെ അവരുടെ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പം നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ടൈം ഏതാന്ന് ചോദിച്ചാൽ രാവിലെയാണ് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മളുടെ ജോലികളെല്ലാം തീർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഈ പറഞ്ഞ പോലെ ഒരുപാട് ജോലിയുണ്ട് എന്നുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവത്തില്ല. പലരും പറയണതെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് ഭയങ്കര ജോലിയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറയണത് നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫാബിമോൾ ഇതാ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഞാൻ എപ്പോഴും 3-4 കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നത്. പിന്നെ നമ്മളുടെ ഊത് കത്തിക്കാനായിട്ട് പോവാണ്. എല്ലാം വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവർ കേട്ടോ ചെയ്തു നോക്കൂ. നമുക്ക് അന്നത്തെ ദിവസം നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മളുടെ മനസ്സിനും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും, നമ്മളുടെ വീടിനും നല്ല ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് കേട്ടോ. കുറേ ഇതുപോലെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കും. പിന്നെ വേറൊരു കാര്യം, ഒരു പരിധിയിൽ കൂടുതൽ നമുക്കിതൊന്നും സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും വരുമ്പം എനിക്കിത് ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവരെനിക്കിത് കൊണ്ടുവന്ന് തരും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് പുകച്ചെടുക്കുകയാണ്. എന്തൊരു മണമെന്നറിയാമോ, പ്രത്യേകിച്ച് ഊതിൻ്റെത്. എനിക്ക് ഊതിൻ്റെത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ടൈം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ ഗൾഫിലെ പോലെ അല്ലല്ലോ, നാട്ടിലാവുമ്പോഴേക്ക് എല്ലാം തുറന്ന് ഇടുന്നതല്ലേ, കഥയൊക്കെ തുറന്നിടുന്നതല്ലേ. ഗൾഫിലൊക്കെ ആവുമ്പോഴേക്ക് നമ്മൾ ക്ലോസ്ഡ് ആണ്, പിന്നെ AC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മണം കൂടുതൽ നേരം നിൽക്കും. ഇതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്ക് വന്ന് ബെഡ്റൂമിൽ കൊണ്ടുവച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഫാബിമോള് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നു. നമ്മൾ 2 നേരം ചെടിക്ക് വെള്ളം ഒഴിക്കും കേട്ടോ, രാവിലെയും വൈകുന്നേരവും. പിന്നെ വൈകുന്നേരത്തത് ഉറപ്പില്ല, ചില ദിവസം മഴയുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കേണ്ടതായിട്ട് വരാറില്ല. അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോഴേക്ക് ഞാൻ വന്നപ്പോഴേക്ക് ഇതാ ഈ ഒരു ലീഫിൽ ഇങ്ങനെ പൂ വന്നേ. എന്തൊരു ഭംഗിയല്ലേ. അതൊരു കാണാൻ ഇങ്ങനെ വലിയൊരു ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള പൂവ് കേട്ടോ. എത്ര എന്ത് പറയാൻ, എത്ര ഭംഗിയായിട്ടാണ് പടച്ചവൻ ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോൾ. ഈ ഇലകളും ഒക്കെ കാണുമ്പോൾ എന്തോ എൻ്റെ മനസ്സിന് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഇത് ഓരോന്നും ഇങ്ങനെ കാണുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുതൽ കാണാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇപ്പൊ ഇതിനിടയിൽ ബോഗൻ വില്ലയാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇതാ കണ്ട പൂക്കളൊക്കെ എന്തോ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മഴയൊക്കെ വന്നില്ലേ, ഇത് നല്ലൊരു കളറുള്ള ബോഗൻ വില്ലയായിരുന്നേ. പക്ഷേ മഴ വന്നു കഴിഞ്ഞ ശേഷം നോക്കുമ്പോഴേക്ക് ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ വെള്ളമൊക്കെ മഴ ഉണ്ടെങ്കിലും ചൂടുള്ള സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ചൂടാണ് കേട്ടോ. മഴക്കോള് വരുമെങ്കിലും മഴയൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ വെള്ളമൊക്കെ ഇതുപോലെ കൃത്യമായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇനി വളത്തിന്റെ കുറവാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിസ്സാരൊക്കെ ഇതുപോലെ ഒരു ചെടി നട്ടപ്പോഴേക്ക് പലരും പറഞ്ഞു എനിക്ക് അങ്ങനല്ല നടുന്നതെന്ന്. എന്തായാലും അത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. ഇനിയിപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളത് അതിൻ്റെതായ രീതിയിൽ നടുന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് തുണി നനച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതാ ഒന്ന് വിരിച്ചിടേനെ കേട്ടോ. അപ്പം ഇനിയിപ്പം ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ. വെയിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ചൂടാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് പല നാട്ടിലും നല്ല ചൂടാണെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തും ഭയങ്കര ചൂടാണ്, നിൽക്കാനേ പറ്റത്തില്ലേ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ ഈ തുണികളൊക്കെ നല്ല ഉണങ്ങി കിട്ടും. ഇതാ കണ്ട നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്, വെയിലിന് നല്ല ചൂടുമുണ്ട്.
അപ്പം ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടോ പട്ടികൾ കിടക്കുന്നത്. ഇതാണ് ഒഴിഞ്ഞ എവിടെ പുരയിടമുണ്ടെങ്കിലും അവിടെ പട്ടികളുടെ വാസമായിരിക്കും. ഇതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഗേറ്റ് എപ്പോഴും അടച്ചിരിക്കും കേട്ടോ. കാരണം ഈ പട്ടികൾ കണ്ട എത്ര പട്ടികളാണെന്ന് നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞ ഉപദ്രവകാരികൾ തന്നെയാണ്. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ മോളെ വെളിയിലൊക്കെ വിടുമ്പോഴും പേടിയാണ്. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും മോളുടെ റൂമിൽ കയറി ഇങ്ങനെ നോക്കിയപ്പോൾ പാവം നല്ല ഉറക്കം കേട്ടാ. കുഞ്ഞുങ്ങളിങ്ങനെ ഉറങ്ങണ കുഞ്ഞിനെ ഇരുന്നൂടാന്നാണ് പറയുന്നത്. സന ബേബി അസ്സലാമലൈക്കും. ചക്കരേ ഓ സന ബേബിക്ക് നമ്മളിപ്പോ പല്ലിയേക്കല്ലോ ഇല്ലടാ. അങ്ങനെ മോള് എഴുന്നേറ്റ് വന്ന ഉടൻ തന്നെ അവളെ പല്ലിയേപ്പിക്കും കേട്ടോ. നമ്മൾ കൊച്ചുനാളിലെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് പല്ല് തേക്കാനൊക്കെ മടി വരും. അപ്പം രാവിലെ നമ്മളുടെ നല്ല ചിട്ടയായിട്ടുള്ള രീതി എന്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, രാവിലെ എഴുന്നേൽക്കുക പല്ല് തേക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മൾ ഈ കൊച്ചുനാളിൽ തന്നെ പല്ല് വന്നു കഴിയുമ്പോൾ തന്നെ അത് ശീലിപ്പിച്ച് കഴിയുമ്പം അവർക്കും അത് അറിയാൻ പറ്റും. 4 പല്ലേ ഉള്ളെങ്കിലും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയും ആ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സന ബേബി പല്ലിക്കണുണ്ടേ. ഇങ്ങനെയാണ് സന ബേബിയുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ മോളെ? എഴുന്നേറ്റ് വന്നതുകൊണ്ട് നമ്മൾ സന ബേബിയുടെ ആ 4 പല്ലൊന്ന് വൃത്തിയാക്കി എടുക്കും ഇല്ലേ? നാക്ക് മെഡിക്കി. എന്നിട്ട് നമ്മൾ മുഖം കഴുകുക അല്ലേ? പിന്നെന്ത് ചെയ്യും? കൈ കഴുകും. ഇനി നമ്മൾ എണ്ണ തേച്ച് കുളിക്കും. അതിനു മുൻപ് എന്ത് ചെയ്യും? നമ്മൾ കുറുക്ക് കഴിക്കും കേട്ടോ. ചിലപ്പോൾ റാഗി ആയിരിക്കും, ചിലപ്പം ഏത്തക്ക പൊടിയായിരിക്കും. അത് കഴിച്ച ശേഷം നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കുറച്ച് നേരം നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. മോൾക്കുള്ള ഫുഡെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ മോളെ എണ്ണയിടാനായിട്ട് കൊണ്ടുവന്നത്. അവൾക്ക് എണ്ണയിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ. കാരണം അവൾക്കറിയാം അടുത്ത് കുളിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പം തലമുടിയിലും തലയിലും ഒക്കെ ദേഹത്തും ഒക്കെ എണ്ണയിട്ട് കുറച്ച് നേരം അവൾ ഓടിക്കളിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏറ്റവും അവൾക്ക് ഇഷ്ടം ഇവിടെ വന്ന് കുളിക്കുന്നതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് കാലിലും കയ്യിലും നഖവും വളർന്നിട്ടുണ്ട്. അതാണ് അടുത്തത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും കയ്യിലും കാലിലും നഖം വന്നു കഴിഞ്ഞാൽ അത് നഖം വെട്ടണം. അതൊക്കെ നമ്മളുടെ ഗുഡ് ഹാബിറ്റ്സിൽ പെട്ടതാണ്. ഞാൻ പല കുഞ്ഞുങ്ങളിലും വലിയവരിലും കാണാറുണ്ട് നഖം വളർത്തിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കാണുമ്പോൾ എന്തോ ഒരുമാതിരി തോന്നും കേട്ടോ. പക്ഷെ എൻ്റെ സ്വഭാവമാണ് ഞാൻ ഈ ഇതിൽ പറയുന്നത്. അപ്പം ഞാനിവിടെ എപ്പോഴും മക്കളുടെ അടുത്തായാലും പറയും, നഖമൊന്നും ഇങ്ങനെ വളർന്നിരിക്കാൻ പാടില്ല. എപ്പോഴും നീറ്റായിട്ടിരിക്കേണ്ടതാണ് നമ്മുടെ കൈയും കാലും ഒക്കെ. അങ്ങനെ നഖം എല്ലാം വെട്ടിക്കൊടുത്ത ശേഷം കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുളിയാണ്. എന്നെ തേക്കുമ്പോൾ തന്നെ അവളുടെ ഒരു സന്തോഷം കാണണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിന്ന്, കാരണം ഇവളുടെ കുളി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം ഇതുപോലെ തലയൊക്കെ തുടപ്പിച്ചിട്ട് ഈ ബക്കറ്റിലൊന്ന് ഇരുത്തിയിരിക്കുകയെ. അപ്പം അത് അവൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൊച്ചുനാളിലുള്ള ഈ ഒരു എന്ത് പറയാൻ ആ ഒരു ഇത് അവരിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്നല്ലോ. അത് എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം മോളുടെ ദേഹത്തൊക്കെ ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ഭയങ്കര മടിയാണ് ഈ മോക്ക് കഴിക്കാൻ. നിസ്സാർക്കായ പോലെ ആക്കി എടുക്കണേ കേട്ടോ. രാവിലെ ഏത്തപ്പഴമൊക്കെ കൊടുത്തിട്ടേ. അവൾക്ക് ഇന്നിപ്പം മോളെ കുറുക്കല്ലല്ലോ എടുത്തത്. വേണ്ട, ഇന്ന് നമ്മുടെ സന ബേബിക്ക് ഇഡ്ഡലി എടുത്തതാണ്. ആ സ്റ്റീൽ പാത്രത്തിൽ വെച്ചുണ്ടോ? നമ്മളുടെ ചെരുപ്പ് എവിടെ? അപ്പൊ ചെരുപ്പിട്ട് കൊടുക്ക്. എവിടെ മറ്റേ ചെരുപ്പ് എവിടെ?
മോൾക്കാണെങ്കിൽ എന്തിനും ഏതിനും വാപ്പ 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 എന്ന് പറയുന്നത് നിസ്സാറിക്കായാണ് കേട്ടോ. സൽമാനെ പപ്പ എന്നാണ് വിളിക്കുന്നത്. പാപ്പ തന്നെ വേണം. നിസ്സാറിക്ക എന്ത് ഇപ്പം പത്രം വായിച്ചുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നാലോ ഒന്നും അവൾക്കതൊരു വിഷയമേ അല്ല. വാപ്പായെ വിളിച്ചുകൊണ്ട് വന്ന് വാപ്പ തന്നെ അവൾക്കത് ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പൊ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ. മാഷാല്ലാ, കാര്യങ്ങളെല്ലാം നല്ല മനസ്സിലാവും. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അവള് വലിച്ചിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വലിച്ചിടത്തില്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞല്ലേ, അപ്പം ഈ എടുത്തിടുമ്പോൾ തന്നെ നമ്മൾ പറയും മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അതിനെ എടുത്തെടുത്ത് തിരിച്ചു വെക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൾ അതിനെ എടുത്ത് ഇപ്പോഴൊക്കെ കേട്ടോ തിരിച്ചു വെക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. അപ്പം ഇതാ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഇതാ ഷാബിമോൾ ആഹാരം കൊണ്ടുവന്ന് ഇപ്പം ഇഡ്ഡലിയാണ് കൊടുക്കുന്നത്. അപ്പം അതിങ്ങനെ വെളിയിലിറക്കി ഇങ്ങനെ നടന്നും കൊണ്ട് നടന്നും ഒക്കെ കൊടുക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ആഹാരം കൊടുക്കാൻ ഭയങ്കര പാടാണ്, അവൾ അങ്ങനെ അധികം കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് മോൾ ഇരിക്കുന്നത്. അപ്പം ഇത്രയും ജോലിയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്ക് ചായ ഇടാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. അങ്ങനെ ചായയൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തണം കേട്ടോ. അത് കുഞ്ഞാണ് എന്നൊന്നും വിചാരിച്ച് കളയരുത്. ഇപ്പോഴൊക്കെ സനമോളുടെ കാര്യം എടുത്താൽ നല്ല ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ അത് അങ്ങനെ നല്ലത് കണ്ട് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് മുതിർന്നവരുടെ കടമയാണ്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും ഓരോ കാര്യവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം സംസാരിക്കുന്ന രീതികളിലാണെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനുള്ളത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ല ഭാഷ, നല്ല സംസാരം, ഇതൊക്കെ നമ്മൾ നമ്മളുടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ട കാര്യമാണ്. ഇതാണ് കുഞ്ഞ് പഠിച്ച് വളർന്നു വരുന്നത് എന്നൊരു ബോധം നമ്മൾ വീട്ടിലുള്ളവർക്കാണ് വേണ്ടത്. ഇപ്പൊ വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാവാം, നിങ്ങൾക്കും പറയാം. चाय വേണം. തൊട്ടുക്ക് ചായ ചായ തൊട്ടുക്ക് ചൂടണ്ട ചൂടണ്ട നോക്ക്. പാപ്പാന്നൊക്കെ വിളിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സന ബേബി അവിടെ നിന്ന് ചാടിയും പോകും. പിന്നെ അവൾക്ക് പുറത്തു പോകണം, വെളിയിലിറങ്ങണം, കറങ്ങണം, സൈക്കിൾ എടുക്കണം, അങ്ങനെ അങ്ങനെ പോവും. ഇല്ലേ സന ബേബി? സന ബേബിയുടെ ഡേ ഇൻ ലൈഫ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലേ? എന്തിന്റെ രാവിലെ എഴുന്നേക്കുന്നു. സബി ഓർക്കുന്നുണ്ടോ എല്ലാരും പാരന്റിങ്ങിനെ പറ്റി മറ്റെന്തൊക്കെ പറഞ്ഞു എപ്പോഴും നമ്മള് പണ്ടത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ പാരന്റിങ് എന്നുള്ള ഒരു ബുക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവും. പക്ഷെ അത് ആ ഒരു കാര്യം നമ്മൾ വേറൊരു കുടുംബത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതായിരിക്കാം അത്രേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ കുട്ടികളെ സംബന്ധിച്ചോളം ജീവിത സാഹചര്യമാണ് അല്ലേ? നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്തൊക്കെ വേണം വേണ്ട എങ്ങനെയൊക്കെ കൊണ്ടുവരാം, എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാന്നാണ് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഒരു ധൃതി പിടിച്ച ജീവിത സാഹചര്യത്തിൽ എത്രത്തോളം അവൾക്ക് ഇങ്ങനെ പിടിച്ചിരുത്തണതൊന്നും ഇഷ്ടമല്ല കേട്ടാ. ഓടി നടക്കുന്ന ഇങ്ങനെ ഓടി നടക്കണം. ജീവിത സ്പീഡിലുള്ള ജീവിതം അതിന് വേറൊരു വശമുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പം വെച്ചാ ഇപ്പം ഒരു ഫാമിലിയില് കൊണ്ടു നടക്കണമെങ്കിൽ രണ്ടുപേർക്ക് ജോലി വേണം, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആണ് ഇപ്പം. പണ്ട് അങ്ങനെയല്ല. പണ്ട് കൂട്ടുകുടുംബാണെങ്കിലും അവിടെ നിന്നാണ് എല്ലാം പങ്കുവെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അങ്ങനത്തെ കാര്യമല്ല. ഇപ്പം രണ്ടുപേരും പ്രയത്നിച്ചാലേ കുടുംബം ഓടുള്ളൂ എന്നുള്ള ഇതാണ്. അപ്പൊ അത് കാരണം പല വീടുകളിലും കുട്ടികൾ ചിലപ്പം വേണ്ടത്ര ശ്രദ്ധ അവിടെ എത്തുന്നുണ്ടാവില്ല. അങ്ങനെ വളർന്ന കുട്ടികളാണ്. കാര്യം അറിയാം, അവർക്കൊരു സഹിഷ്ണുത, ഒരു കാരുണ്യം അങ്ങനെയൊന്നും വരുന്നില്ല. അവർ കാണുന്നു രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഭയങ്കര തിരക്കിൽ പോകുന്നു, വരുന്നു, വഴക്ക് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. അതൊക്കെ കുട്ടികളിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ നമ്മള് 3 പിള്ളേരെ വളർത്തിയെങ്കിലും നമ്മൾ അന്ന് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇപ്പം സനമോട് വന്നപ്പോ അന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം അങ്ങനെ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇപ്പം മുത്തച്ഛന്മാരോ അങ്ങനെ ഉള്ളവരൊക്കെ അമ്മമാരൊക്കെ ഉള്ളിടത്ത് കുട്ടികളെ താലോലിച്ച് അങ്ങനെയൊക്കെ ഒരു കൊണ്ടുനടക്കാനുള്ള സമയം കിട്ടും. മറ്റൊരു സമയം കിട്ടില്ല, പറയാൻ പറ്റില്ല. അവരുടെയും കുറ്റമല്ല, കുഞ്ഞിന്റെയും കുറ്റമല്ല. ആ ഒരു സാഹചര്യത്തിൽ
അതായത് ഒറ്റപ്പെട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അത് ചിലപ്പോ സ്കൂളിലും ടീച്ചേഴ്സ് നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള അധ്യാപകരെ പോലെ അല്ലെന്ന് തോന്നുന്നു. അത് സാഹചര്യം ആക്കിയെടുത്തതാണ്. പണ്ടൊക്കെ ശിക്ഷിക്കാനുള്ള അധികാരം, ശിക്ഷിക്കാൻ വലിയ ശിക്ഷയൊന്നുമല്ല, കൂടി ഇപ്പൊ 2 അടി. ഇപ്പൊ അടിക്കാൻ വിദ്യാർത്ഥികൾ അല്ല, അത് ഞാൻ പറയാൻ വരികയായിരുന്നു. അത് അവിടെ മാത്രമല്ല, ഇപ്പൊ വീട്ടിൽ മറ്റേ അവളെ നോക്ക്, അതറിയോ മോള അവിടെ പോയി നിന്ന് സൈക്കിള്. വീട്ടില് പാരന്റിങ്ങിനുണ്ട് വ്യത്യാസം. പാരന്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റെന്താ ശാസിക്കും അല്ലെങ്കിൽ അടിക്കും അങ്ങനെയൊക്കെയാണ് പേടിച്ചിട്ട് അച്ചടക്കം ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ്, അവരടുത്തൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, ഒച്ചപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, അവർക്ക് സൈക്കോളജിക്കൽ സമ്മർദ്ദം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല പഠനങ്ങളൊക്കെ വന്ന് അത് പലരും ഇംപ്ലിമെന്റ് ചെയ്ത് ആ രീതിക്കാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിലെ പ്രശ്നം എന്താണ്, അവള് ഈ ഇതില്ല എന്താ തീ കൊടുത്തത് അല്ല വെയിലത്ത് എന്താ തീയിൽ പാടില്ല, അത് തിരിച്ചാണ്. അതേപോലത്തെ ഇതാണ് അവരപ്പം ഇത്രയും പ്രൊട്ടക്റ്റീവ് എൻവയറമെന്റിൽ വളർന്നു വരുന്നവർക്ക് പെട്ടെന്ന് നമ്മളൊരു ശരിക്കുള്ള ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവിടെ ഈ ഇതുണ്ട്, എന്താണ് ഓരോ പ്രശ്നങ്ങളുണ്ട്, ചതിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവർക്ക് നേരിടുമ്പോഴത്തേക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ എന്ത് ചെയ്യും, അവർ വേറെ അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് പല കാര്യങ്ങളിലേക്ക് തിരിയും. അതാണിപ്പോ നമ്മൾ കാണുന്ന ഈ മയക്ക് മരുന്നും കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ ഇതിപ്പോ സൽമാൻ ഇത്രയും പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മള് സൗദിയിലായിരുന്ന സമയത്ത് ഇവര് അവിടെയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സൽമാൻ 10th ആയപ്പോഴേക്കും ഞങ്ങള് നാട്ടിലേക്ക് കൊണ്ടുവന്നു, നാട്ടില് പഠിക്കാൻ. അപ്പൊ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സൽമാൻ അവരിൽ നിന്നൊരു വ്യത്യസ്തനായിട്ട്, അല്ലെ നീ പറയില്ലേ ഇവിടെ എല്ലാവരും ഭയങ്കര ഇവിടെ എത്തിയപ്പം അത് അല്ല, നമ്മൾ സൗദിയിൽ എന്താണ് നമ്മളെല്ലാവരും നമ്മൾ ആ 4 ചുറ്റും ഉള്ള ചോരിലുള്ള ജീവിതം. അവിടെ സ്കൂളിൽ വരുന്നവരാണ് എല്ലാവരും അതേപോലത്തെ എൻവയറമെന്റിൽ നിന്ന് വരുന്നത്. നമുക്ക് വേറെ പുറം ലോകമായിട്ട് അധികം ഇന്ററാക്ഷൻ ഇല്ല. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രം നിന്ന് വളർന്ന അങ്ങനെ കുറെ പേരാണ്. അപ്പൊ അവിടെ എന്താണ് നമ്മള് എല്ലാത്തിനും നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നെയാണ് വാക്ക്, അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇവിടെ എത്തിയപ്പോ എന്താണ് വേറെ പുതിയൊരു കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. അതായത് ഓരോരുത്തരും സെൽഫിഷ് ആണ്. അവരവരുടെ കാര്യങ്ങൾ നേടാനായിട്ട് അവരെന്തും പറയും, എന്തും ചെയ്യും. അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ജീവിച്ചത്. പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പതുക്കെ മനസ്സിലാക്കി ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ആൾക്കാരൊന്നും പുറത്ത് നമ്മള് പറയുന്നതല്ല അവർ ചെയ്യുന്നതും, അവർ ചെയ്യുന്നതല്ല പറയുന്നതും, അതൊക്കെ നമ്മള് പല വൈരുദ്ധ്യങ്ങളുണ്ടെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി കുറച്ചു നേരം ഉറങ്ങും കേട്ടോ. സന ബേബിയുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, ഇച്ചിരി നേരം മോൾ ഉറങ്ങും പാല് കൊടുക്കുമ്പോഴേക്ക്. അപ്പൊ അത് കാരണം ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര സ്ട്രെസ്, ദേഷ്യം. പണ്ടത്തെ ഇത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കൂടുതലായിട്ട് പഴമയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ സാഹചര്യം കൂടെ നോക്കണം. അന്ന് പഴമയെന്ന് പറഞ്ഞാൽ അന്നത്തെ കൂട്ടുകുടുംബ സിസ്റ്റം ഒക്കെ ആണ്. ഇപ്പം മക്കൾ തന്നെ കുറെ കാണും, 3-4 പേരെങ്കിലും കാണും. അപ്പം അനീതിയോ ചേട്ടത്തെയോ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളൊക്കെ കാണുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും, ഇതിപ്പോ അതൊന്നും ഇല്ല. ഒരു വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ ഒരു അവർക്ക് ഒന്നും പറയാനോ സംസാരിക്കാനോ, അച്ഛനും അമ്മയും രാവിലെ തിരക്ക്, ഇതൊക്കെയാണ് ചുറ്റുപാട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ സനയുടെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവൾ നമ്മളുള്ളത് കൊണ്ട് ഇപ്പൊ ഇവൻ രാവിലെ ഇത് പോവും, അവള് വേറെ പറഞ്ഞ സലു ഇപ്പം ജോലി വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും സലു വരുന്നത്. അപ്പൊ അത്രയും ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളുള്ളത് കൊണ്ട് സനമോള് അതൊന്നും അറിയുന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പൊ സലു വരുന്നതിന്റെ ആ ഒരു സമയത്ത് അവള് ഉണർന്ന് കാത്തിരിക്കും കേട്ടോ. അപ്പം അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ കുറയാണ്. അപ്പം ഒരു വീട്ടില് അമ്മ ജോലിക്ക് പോകുന്നതാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അവർക്ക് തിരക്കും കാര്യങ്ങളും അവരുടെ മനസ്സ് എത്ര വിഷമിച്ചായിരിക്കും കൊണ്ടുവന്ന് വിടണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞിലെ ചിലപ്പോ പനിയായിരിക്കും, പക്ഷെ അവർക്ക് വിടാതിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ലീവ് കിട്ടണമെന്നില്ല. അപ്പൊ ഒരുപാട് സ്ട്രെസ് അവരും ഈ അമ്മമാരും. പക്ഷെ ഞാൻ കണ്ടിടത്തോളം വേറൊരു കാര്യം പറ്റ, ഈ ചില കാര്യങ്ങൾക്ക് ശിക്ഷണം നല്ലത്. ഈ അധ്യാപകരെ അടിച്ചുവിടാന്ന് പറഞ്ഞപ്പോ അവർക്കൊരു സൗകര്യമായി. അപ്പൊ അവര് തെറ്റ് കണ്ടാലും അവർക്ക് പ്രയാസമുണ്ട്. ഒരു തെറ്റ് കണ്ടാൽ ചെയ്യണമെന്ന് തോന്നിപ്പോകും. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. പണ്ടത്തെ എല്ലാവരും അല്ല പറയണത്, പക്ഷെ പണ്ടത്തെ അധ്യാപകരെ പോലെ അല്ല ഇപ്പോഴത്തെ അധ്യാപകരിൽ കുറെ പേര്. കാരണം കുട്ടികൾ ഒരുപാട് അവരിൽ നിന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തിനും ഏതിനും ഭയങ്കര ഒരു ദേഷ്യം. പിന്നെ ഈ ഒരു 5 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ ചിലരെ തെരഞ്ഞെടുത്ത് അധ്യാപകർ ഒരു പ്രത്യേക സ്നേഹം കാണിക്കും. ശരിയല്ലേ പറയുന്നത്? ഇത് അനുഭവിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന മക്കൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഉണ്ടാവില്ലേ സൽമാനെ? അതിപ്പോ ഒരു പാർഷ്യാലിറ്റി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടത്തെ ഇതെന്ന് പറയുന്നത് ആ ശിക്ഷണത്തിന്റെ കാര്യമാണ്.
അതിൽ അവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന പണ്ടത്തെ പോലത്തെ ഒന്നുമല്ല. പണ്ടാണ് ഈ ചൂരിൽ വെച്ച് കയ്യിൽ അടിയിട്ടും സ്കെയിൽ വെച്ച് അടിയിട്ടും എനിക്ക് ഓർമ്മയുള്ളത് ചോക്ക് ചെവിയിൽ പിച്ചു, പക്ഷെ ചുമ്മാ അല്ല, ഇടയിൽ ചോക്ക് വെച്ചിട്ട് പിച്ചു. അപ്പോഴത്തേക്ക് വേദന കൂടുതലാണ്. അപ്പം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല. കാര്യം അതൊക്കെ ഓരോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് ഓരോരുത്തർ ഒഴിവാക്കും. പക്ഷെ ഇത് കേട്ടിട്ട് വല്ല അധ്യാപകരോ അല്ല മാതാപിതാക്കൾ പരാതിയായിട്ട് ഇല്ല. ആ സമയത്ത് ഓരോരുത്തർ പാരന്റ് മീറ്റിംഗിൽ പറഞ്ഞതാണ്, ടീച്ചറെ അടിച്ചത് എന്തെങ്കിലും കണ്ടാ അടിച്ചേക്കണമെന്ന് പാരന്റ്സ് അങ്ങോട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഇതിനിടയിൽ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അധികം പണികളൊന്നുമില്ല. പിന്നെ സലൂന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് കഷ്ണങ്ങൾ ഉള്ള സാമ്പാർ ഇന്ന് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് കേട്ടാ. കാരണം അത്രയും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമല്ലോ. അപ്പം നമ്മുടെ സന ബേബിയും ഇതുപോലെ കൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇതാണ് അടുത്ത ഹാബിറ്റ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ടേബിൾ മാനേഴ്സ് നമ്മൾ ഈ പ്രായത്തിലെ നമ്മൾ ശീലിപ്പിക്കുക. അവർ ചിലപ്പം അത് കളയുമായിരിക്കും. അതൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നതാണ്. പിന്നെ പിന്നെ അത് അവർക്കൊരു ശീലമാവും. അപ്പം നമ്മൾക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാലും അവർ നല്ല രീതിയിൽ കഴിക്കാനും അത് വേസ്റ്റ് ആകാതൊക്കെ കഴിക്കാനൊക്കെ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊപ്പം കഴിക്കുമ്പം ആ ഒരു മാനേഴ്സ് അവർ പഠിക്കും. ഞാൻ എന്ത് പറയട്ടെ ഇതിന്, എനിക്കിനിയിപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സനമോളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല. ഇനി സനമോളുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.